എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ഫസ്റ്റ് 5 എക്സാമ്പിൾസിൻ്റെ എല്ലാ എക്സ്പ്ലനേഷനും ആദ്യത്തെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ എക്സസൈസ് 1.1 പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യണത്. അപ്പം ഇതാണ് എക്സസൈസ് 1.1. എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. നമുക്കറിയാലോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്. പ്രൈം നമ്പേഴ്സ് വരുന്നത് ഫസ്റ്റ് ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ ആകെ ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ 2. പിന്നെ ഉള്ളതെല്ലാം ഓഡ് പ്രൈം നമ്പേഴ്സ് ആണ് 3, 5, 7 അങ്ങനത്തെ. അപ്പോൾ പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് 140. ഈ 140ന്റെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ചെയ്യേണ്ടത്. 140യുടെ പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഈവൻ നമ്പർ ആണെങ്കിൽ അതിനെ എപ്പോഴും ഏതും കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 140നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 70 കിട്ടും. വീണ്ടും 70 ഒരു ഈവൻ നമ്പർ ആണ്, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 35 കിട്ടും. 35ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ് വന്നേക്കുന്നത്, അപ്പോൾ നമുക്ക് 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. പിന്നെ 7 കിട്ടും. 7 ഒരു പ്രൈം നമ്പർ ആണ്, വീണ്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1 കിട്ടും. അപ്പം ഇത് ലാസ്റ്റ് നമുക്ക് പ്രൈം നമ്പർ എല്ലാം സോൾവ് ചെയ്തതിന് ശേഷം 1 കിട്ടുന്നത് വരെ നമ്മൾ എഴുതി പോകണം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 140 എന്ന് പറയുന്നത് 2 ഇൻറ്റു 5 ഇൻറ്റു 7. 2 എത്ര ടൈംസ് വന്നിട്ടുണ്ട്? 2 ടൈംസ് വന്നിട്ടുണ്ട്. അപ്പോൾ 2⁻² ഇൻറ്റു 5 ഇൻറ്റു 7 എഴുതാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ 156. 156നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 156നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 78 കിട്ടും. 78നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 39 കിട്ടും. അപ്പോൾ 39ന്റെ അറിയാൻ പാടില്ലെങ്കിൽ ഇനി നെക്സ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. ഇത് ആഡ് ചെയ്ത് നോക്കുക. 3 + 9 എന്ന് പറയുമ്പോൾ 12 3യുടെ മൾട്ടിപ്പിൾ വരുന്നതാണ്. അപ്പോൾ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 13 കിട്ടും. 13 പ്രൈം നമ്പർ ആയതുകൊണ്ട് വീണ്ടും 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ഉണ്ട്. അപ്പോൾ എത്ര 2 ഉണ്ട്? 2 2 ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് 2⁻² ഇൻറ്റു 3 ഇൻറ്റു 13. ഇനി തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 3825. ഇതിൽ ഡിജിറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ നമുക്ക് 5 കൊണ്ട് സ്റ്റാർട്ടിങ് തന്നെ ഡിവൈഡ് ചെയ്യാം, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1275 കിട്ടും. അതിനെ വീണ്ടും കൊണ്ട് 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 425 കിട്ടും. അപ്പോൾ അത് ഡിവിസിബിൾ ബൈ 5 ആണ്. 5 കൊണ്ട് ചെയ്യുമ്പോൾ 85 കിട്ടും. 85നെ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 5ഉം 17ഉം കിട്ടും. അപ്പം നമ്മൾ പ്രൈം നമ്പേഴ്സ് എടുക്കുമ്പോൾ 3 സ്ക്വയർ, 5 സ്ക്വയർ, ദെൻ 17. ഇനി 5005ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് 1001 കിട്ടും. 1001 എന്ന് പറയുന്നത് 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പം നമ്മൾ ആദ്യം ഇത് ഈവൻ ആണോ ഓഡാണോ നോക്കുക. ഇതിൽ ലാസ്റ്റ് ഡിജിറ്റ് ഓഡാണ്, 1 ആണ് വന്നേക്കണം. ഓഡായതുകൊണ്ട് അപ്പോൾ നമ്മൾ 3 നോക്കി വെച്ചാൽ മതി. ഇപ്പോൾ 1 + 1 ചെയ്യുമ്പോൾ 2 കിട്ടണം. അപ്പോൾ 3 പോസിബിൾ അല്ല. പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ല, 5 പോസിബിൾ അല്ല. പിന്നത്തെ പ്രൈം നമ്പർ നോക്കുക. നെക്സ്റ്റ് പ്രൈം നമ്പർ 7 ആണ്. 7 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് 143 കിട്ടും. 143ൽ വീണ്ടും ഇതുപോലെ തന്നെ നോക്കുക. ആഡ് സം ഓഫ് ദ ഡിജിറ്റ് നോക്കുക. 3 കൊണ്ട് പറ്റില്ല, 5 അല്ല. 7 കൊണ്ട് നോക്കുക. 7 കൊണ്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രൈം നമ്പർ 11 ആണ്. 11 കൊണ്ട് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ 5 ഇൻറ്റു 7 ഇൻറ്റു 11 ഇൻറ്റു 30. ഇനി അടുത്തത് 7429. ഇത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. 7429ൽ നമ്മൾ ഓരോരോ നമ്പേഴ്സ് നോക്കുക. ആദ്യത്തെ പ്രൈം നമ്പർ 3 നോക്കുക, സം ഓഫ് ദ ഡിജിറ്റ്, പിന്നെ 5, 7, പിന്നെ 11, 13 അങ്ങനെ ചെയ്ത് 17 വരെ ചെയ്ത് നോക്കുക. 17 ചെയ്യുമ്പോൾ ഡിവിസിബിൾ ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 437 കിട്ടും. അപ്പോൾ ഇനി വീണ്ടും ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? അടുത്ത പ്രൈം നമ്പർ നോക്കുക, 17 നോക്കുക. 17 കിട്ടിയില്ലെങ്കിൽ 19 നോക്കുക. 19 ചെയ്യുമ്പോൾ 23 കിട്ടും. 23 വീണ്ടും ഒരു പ്രൈം നമ്പർ ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 17 ഇൻറ്റു 19 ഇൻറ്റു 23 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ നമുക്ക് 3 പ്രോഡക്റ്റ് ഓഫ് 3 പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഇൻറ്റീജേഴ്സ് ആൻഡ് വെരിഫൈ ദാറ്റ് LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. നമ്മൾ രണ്ടും വെരിഫൈ ചെയ്യണം. LCM HCF മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണ് കിട്ടണമെന്ന് കണ്ടുപിടിക്കും. ആദ്യം നമ്മൾ LCM കണ്ടുപിടിക്കുക. 26ന്റെയും 91ന്റെയും LCM കണ്ടുപിടിക്കുക.
അല്ലെങ്കിൽ HCF കണ്ടുപിടിക്കാം. ഇപ്പൊ 26ഉം 91ഉം രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 13 ആണ്. 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 എന്ന് കിട്ടും, ഇവിടെ നമുക്ക് 7 കിട്ടും. 2ലും 7ലും ഒന്നും കോമൺ ഒന്നുമില്ല. അപ്പൊ HCF എന്ന് പറയുന്നത് 13, LCM എന്ന് പറയുമ്പോൾ ഈ നമ്പേഴ്സ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. HCF 13ഉം LCM എന്ന് പറയുന്നത് 13 ഇൻറ്റു 2 ഇൻറ്റു 7 ആണ് വന്നത്. ഇനി നമ്മൾ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 26ഉം 91ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ LCM ഇൻറ്റു HCF തന്നെയാണോ ഈ നമ്പറിന് നോക്കുക. അപ്പം 2 ഇൻറ്റു 13 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ നമുക്ക് 182 ആണ് വന്നത്. ഇനി 182നെ നമ്മൾ ഏതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ LCM ഇൻറ്റു HCF കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2366 ആണ്. ഈ 2366 തന്നെയായിരിക്കും 26 ഇൻറ്റു 91 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടും LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ 510ന്റെയും 92ന്റെയും HCF കണ്ടുപിടിക്കുക. അതിൽ നിന്ന് നമുക്ക് LCM കണ്ടുപിടിക്കാം. HCF ചെയ്യുമ്പോൾ നമുക്ക് ഇവർക്ക് കോമൺ ആയിട്ട് വരുന്നത് 2, ഒരേ ഒരു നമ്പറേ കോമൺ ആയിട്ടുള്ളൂ 2 എന്ന് പറയുന്നത്. LCM ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 23,460. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് 2 സ്ക്വയർ 3 5 17 23 ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ 23,460 ആണ് കിട്ടുന്നത്. അപ്പം 510ഉം 92 ആദ്യം 2 കൊണ്ട് ചെയ്ത് നോക്കുക. 2 കൊണ്ട് ചെയ്യുമ്പോൾ 510നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 255 ആണ്. 255നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 85, പിന്നെ 5 17 അങ്ങനെയാണ് പോകുന്നത്. 255 92നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 46 കിട്ടും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ വേറെ ഒന്നും കോമൺ ആയിട്ടില്ല. അതുകൊണ്ടാണ് HCF നമുക്ക് 2 ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് കണ്ടുപിടിക്കുക. പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ LCM ഇൻറ്റു HCF 23,460 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 46,920 കിട്ടും. ഇനി പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ചെയ്യുമ്പോഴും സെയിം തന്നെ കിട്ടും. അപ്പം നമുക്ക് എന്തെന്ന് എഴുതാം? LCMഉം HCFഉം സെയിം ആണ് എഴുതാൻ പറ്റും. LCM ഇൻറ്റു HCF തന്നെയാണ് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ്റെ അകത്ത് 336ഉം 54. 336ന്റെ HCF കണ്ടുപിടിക്കാം. HCF ഇവരിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 6 ആണ് കിട്ടുന്നത്. LCM ഫുൾ നമ്പർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3024 എന്ന് കിട്ടും. ഇനി നമ്പേഴ്സ് എന്ന് പറയുന്നത് 336ഉം 54ഉം ആണ് വന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ചെയ്യുക. അപ്പോൾ 336 ടൈംസ് 54 ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 18,144 ആണ്. അപ്പോൾ LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണ് കിട്ടും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് ഇൻറ്റിജേഴ്സ് ബൈ അപ്ലൈയിങ് ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഈ മൂന്നിൻ്റെയും LCMഉം HCFഉം പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് ചെയ്യും. അത് നമ്മൾ 12 15 21 ഇത് 3ഉം 3ഉം കൊണ്ട് ഡിവിസിബിളാണ്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് 3ഉം കൊണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 4 കിട്ടും, ഇവിടെ 5 കിട്ടും, ഇവിടെ 7 കിട്ടും. ഇതിൻ്റെ അകത്ത് കോമൺ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് HCF എന്ന് പറയുന്നത് എത്രയാണെന്ന് എഴുതാം? 3 ആണ് എഴുതാം. ഇനി LCM കണ്ടുപിടിക്കാൻ ഇത് ബാക്കി ചെയ്യുക. ഇത് വരുമ്പോൾ 2 5 7 ഇതിലാരും കോമൺ ഇല്ല, എല്ലാ പ്രൈം നമ്പേഴ്സ്. അപ്പോൾ നമ്മളങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 7 ഇതായിരിക്കും അതിൻ്റെ LCM എന്ന് പറയുന്നത്. HCF 3ഉം കിട്ടും. LCM എന്ന് പറയുന്നത് 420 ആണ്. അതുപോലെ തന്നെ 17 23 29 ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് ഇതിലൊന്നും കോമൺ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ HCF എന്ന് പറയുന്നത് 1 ആയിരിക്കും. LCM എന്ന് പറയുന്ന പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് ഈ 3 നമ്പറും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ 17 ഇൻറ്റു 23 ഇൻറ്റു 29 ഇത് 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 11,339 കിട്ടും. അടുത്ത നമ്പർ 8925 ആണ്. ഇതെന്ന് പറയുന്നത് ഇതും 3 ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആണ്. ഇതിലും കോമൺ ആയിട്ടൊന്നുമില്ല. HCF 1 ആണ് കിട്ടും. LCM എന്ന് പറയുമ്പോൾ 8 2 ക്യൂബ്
9 കോമൺ ഒന്നുമില്ല. 3 സ്ക്വയർ 25, 5 സ്ക്വയർ ഇത് മൂന്നും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് 1800 ആണ്. അപ്പോൾ LCM കിട്ടി, HCF കിട്ടി. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഗിവൺ ദാറ്റ് HCF ഓഫ് 2 നമ്പേഴ്സ് 306 657 9 ആണ് തന്നിട്ടുണ്ട്. HCF 9 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആ ഫോർമുല കൊടുക്കുക. നമുക്കറിയാം LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. A ഇൻറ്റു ബി ആണ്. ഇവിടെ A എന്ന് പറയുന്നത് 306 B എന്ന് പറയുന്നത് 657 ആണ്. നമുക്ക് LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ LCM കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ HCF ചെയ്തേച്ചാൽ മതി. അപ്പൊ 306 ഇൻറ്റു 657 ഈ രണ്ട് നമ്പറിലും കോമൺ ആയിട്ട് വരുന്നത് 9 ആണ്. അപ്പൊ HCF 9 ആണെന്ന് കിട്ടും. അതും കൊണ്ട് ക്യാൻസൽ ചെയ്യുക. ഇത് 306നെ 9നെയും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 34 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 22,338 ആണ് കിട്ടും. അപ്പൊ ഇതാണ് അതിന്റെ LC. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 6 raised to n ലാസ്റ്റ് ഡിജിറ്റിന്റെ അകത്ത് 0 എപ്പോഴെങ്കിലും ചെക്ക് വെദർ 6 raised to n can end with the digit 0 for any natural number. എപ്പോഴെങ്കിലും അതിന്റെ ഡിജിറ്റ് 0യിൽ എൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ 6ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതും. 6ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2 into 3 ആണ് വന്നത്. 6 raised to n വരുമ്പോൾ 2 raised to n into 3 raised to n. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ മാതിരി തന്നെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ അത് 2ന്റെ 2 times 5 എന്നായിരിക്കണം വന്നത്. അതിന്റെ അകത്ത് ഫാക്ടർ ഓഫ് 2 വരും, സെയിം ടൈം ഫാക്ടർ ഓഫ് 5 വരും. പക്ഷെ ഇതിന്റെ അകത്ത് ഫാക്ടർ ഓഫ് 5 ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇതിനെ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5. 5 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്തതുകൊണ്ട് ഇതിന്റെ അകത്ത് വേറെ നമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഓൺലി it contains only the prime number 2 and 3. It does not contain 5. So the last digit does not end with 0 ആയിരിക്കും വന്നത്. അത് നമുക്കിടെ അരിത്തമെറ്റിക് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് വെച്ചാണ് അത് പഠിക്കുക. അത് അതിൻ്റെ അകത്ത് ഇപ്പൊ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് അതിൻ്റെ അകത്ത് എഴുതാം. ഇനി എക്സാമ്പിൾ 6th ക്വസ്റ്റ്യൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ എല്ലാവർക്കും വരുന്ന തെറ്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 7 into 11 into 13 പ്ലസ് 13 ഈ 13 ലാസ്റ്റത്തെ 13 എങ്ങനെ പുറത്തെടുക്കണമെന്ന് അറിയാൻ പാടില്ല. ലാസ്റ്റ് ഒറ്റയ്ക്ക് ഒരു ഡിജിറ്റ് കിടക്കുവാണെങ്കിൽ അത് മൾട്ടിപ്ലൈഡ് ബൈ 1 എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്പറിനെ കുറിച്ച് ഓർക്കില്ല. 0 ഇത് ഒന്നുകിൽ വിട്ട് കളയുക അല്ലെങ്കിൽ 0 എന്ന് എഴുതി. ഈ രണ്ട് നമ്പർ ഇത് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്, ഇത് അടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. ഈ രണ്ടെണ്ണത്തിൽ ആരാ കോമൺ നോക്കുക? 13 ആണ് കോമൺ. കോമൺ പുറത്തെടുത്ത് കഴിയുമ്പോൾ 7 into 11 പ്ലസ് 1 എന്ന് വരും. 1 ഇട്ടില്ലെങ്കിൽ നമ്മൾ ഈ നമ്പറിന്റെ കാര്യം മറന്നു. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ 13 into 7 into 11 എന്ന് പറയുമ്പോൾ 77 കിട്ടും പ്ലസ് 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 78 എന്ന് കിട്ടി. 78 ഒരു ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പറിന് എപ്പോഴും നമുക്ക് പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാം. 2 into 3 into 13 കിട്ടും. അത് വീണ്ടും ഒരു 13 ഉള്ളതുകൊണ്ട് into 13 എഴുതാൻ പറ്റും. 78 ഇത് പ്രൈം ഫാക്ടറൈസേഷൻ into 13. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റി. ഇത് കോമ്പോസിറ്റ് നമ്പർ ആണോ എന്നോ ചോദിച്ചേക്കുന്നത്. അത് കോമ്പോസിറ്റ് നമ്പർ ആണ്. നമ്മൾ തീരം പഠിച്ചിട്ടുണ്ട്. പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതെന്തായിരിക്കും? കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ അതിനെ നമുക്ക് കോമ്പോസിറ്റ് നമ്പർ ആയിട്ട് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ്റെ അതും ഇത് കോമ്പോസിറ്റ് നമ്പർ ആണോ എന്നോ ചോദിച്ചേക്കുന്നത്. ഇവിടെ 5 ഒറ്റയ്ക്കുള്ളൂ. 5 ഒറ്റയ്ക്കുള്ളെങ്കിൽ നമ്മൾ 5 into 1 എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ആരാ കോമൺ നോക്കുക? ഇത്രയിൽ കോമൺ 5 ആണ്. ഈ 2 ഇവിടെ മുതൽ ഇവിടെ വരെ ഒറ്റ ടേം ആണ്. അടുത്തതും അടുത്ത ടേം ആണ്. അപ്പൊ ഈ 2ന്ന് 5നെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എഴുതുക. 7 into 6 into 4 into 3 into 2 into 1 പ്ലസ് പിന്നെ വരുന്നത് 1 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 into 6 42, പിന്നെ 42 into 4 into 3 എന്ന് പറയുമ്പോൾ 12 into 2 24. അപ്പോൾ 42 into 24 എഴുതിയാൽ മതി. ആ കിട്ടുന്ന ആൻസറിന്റെ കൂടെ 1 ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് 1009. 5 into 1009. 5 into 1009 എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ഇത് എന്തായിരിക്കും? കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. ഇനി വേർഡ് പ്രോബ്ലം. ഈ വേർഡ് പ്രോബ്ലം ചിലപ്പോൾ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ദർ ഈസ് എ സർക്കുലർ പാത്ത് അറൌണ്ട് എ സ്പോർട്സ് ഫീൽഡ്. നമുക്കറിയാലോ സ്പോർട്സ് ഫീൽഡ് എപ്പോഴും ഇങ്ങനെ സർക്കുലർ പാത്ത് പോലെ ആയിരിക്കും കിടക്കുന്നത്. ഇതിൻ്റെ അകത്ത് സോണിയ ടേക്സ് 18 minutes ടു ഡ്രൈവ് 1 round ഓഫ് ദ ഫീൽഡ്. ഒരു റൗണ്ട് ഫീൽഡ് കറങ്ങി വരാനായിട്ട് സോണിയക്ക് 18 minutes എടുക്കും. രവി 12 minutes എടുക്കും. ഇനി രണ്ടുപേരും ഒരേ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ
ഒരേ ടൈമിൽ തന്നെയാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര മിനിറ്റ് കഴിഞ്ഞാണ് ഇവർ തമ്മിൽ കൂട്ടിമുട്ടണത്? സോണിയയും രവിയും എത്ര മിനിറ്റ് കഴിഞ്ഞായിരിക്കും കൂട്ടിമുട്ടണത്? ഒരാൾക്ക് ഓടിയെത്താൻ 12 മിനിറ്റും ഒരാൾക്ക് ഓടിയെത്താൻ 18 മിനിറ്റുമാണ് വേണ്ടത്. രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം പോയിന്റിൽ നിന്നാണ്, സെയിം ടൈമിലാണ് വരുന്നത്, ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ പിന്നീട് എപ്പോഴാണ് കൂട്ടിമുട്ടണത്? അപ്പൊ ഈ ടൈമിന്റെ കേസസ് മിക്കപ്പോഴും വരുമ്പോൾ LCM ആണ് വരുന്നത്. മിനിറ്റ്സ്, അവേഴ്സ് അതൊക്കെ വരുമ്പോൾ LCM ആണ് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അപ്പം എപ്പോഴാണ് ഇവർ കൂട്ടിമുട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HCF എടുത്തിട്ട് കാര്യമില്ല, LCM തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സിന്റെ LCM എടുക്കാൻ നേരത്ത് നമുക്ക് 36 എന്നാണ് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഓരോ 36 മിനിറ്റ് കഴിയുമ്പോഴും ഇവർ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിന്റെ പ്രോബ്ലം ഉള്ളത്. ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത പോർഷൻ കാണാനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ കൂടെ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തായാലും ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ടായിരിക്കും. എല്ലാവരും വാച്ച് ചെയ്യുക. താങ്ക് യു.